അയലൂരിൽ ഏക്കർ കണക്കിന് നെൽകൃഷി ഉണങ്ങി നശിച്ചു. അയലൂർ താമരപ്പാടം പാടശേഖര സമിതിയിലാണ് കൃഷിനാശമുണ്ടായത്. 40 ഹെക്ടർ കൃഷിയിൽ 70 ഏക്കർ കൃഷി ഉണങ്ങി നശിച്ചു. പോത്തുണ്ടി ജലസേചന കനാൽ വഴി കൃത്യസമയത്ത് വെള്ളം ലഭിക്കാത്തതാണ് ഉണക്കിന് കാരണമെന്ന് കർഷകർ പറഞ്ഞു. ഈ പാടശേഖരത്തിൽ ഏകദേശം അത്യാവശ്യം ചില പ്രൈവറ്റ് വെള്ളത്തിനുള്ള സോഴ്സ് ഉള്ള ആൾക്കാർ ഒഴികെ ബാക്കി ഒരു 80% ഈ പോത്തുണ്ടി ജലത്തിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അത് മുഴുവനും ഇത്തവണ വെള്ളം വിടാത്ത കാരണം കംപ്ലീറ്റ് ഉണക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ മറ്റ് രീതിക്കുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു എന്നാൽ ഇരുന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ കർഷകർക്ക് നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായി ഇരിക്കും. കാലാവസ്ഥയും ചതിച്ചതോടെയാണ് കർഷകർക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ തവണത്തെ വിളവ് കുറവും നെല്ല് സംഭരണവും വിലവിതരണവും സംബന്ധിച്ച ആശങ്കകളും മാറ്റി നിർത്തി പ്രതീക്ഷയോടെ വിത്തിറക്കിയ കർഷകരാണ് പ്രതിസന്ധിയുടെ തുരുത്തിലാവുന്നത്. പോത്തുണ്ടി അണക്കെട്ടിൽ നിന്ന് കുറച്ചുനാൾ വെള്ളം തുറന്നെങ്കിലും ചില പ്രദേശങ്ങളിലെ കനാലുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിലുണ്ടായ വീഴ്ചയും കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്താത്തതിന് കാരണമായിട്ടുണ്ട്. ചെറുകിട നാമമാത്ര കർഷകർ ഉൾപ്പെടെ ഒട്ടേറെ കർഷകരുടെ നെൽകൃഷിയാണ് പ്രതിസന്ധിയിലായത്. രണ്ടാം വിള കൃഷിയെ ഉണക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമായ വഴികളെല്ലാം തേടിയിട്ടും കർഷകർക്ക് രക്ഷയുണ്ടായില്ല. നടീൽപ്പണികൾ പൂർത്തിയാക്കിയ പാടങ്ങളിൽ മഴ കിട്ടാതായതോടെ തന്നെ വെള്ളം വറ്റിത്തുടങ്ങിയിരുന്നു. കൃഷിനാശം വന്ന കർഷകർക്ക് സർക്കാരിന്റെ അടിയന്തര സഹായം കൂടിയേ തീരൂവെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നെല്ല് സംഭരണത്തിലും വിലവിതരണത്തിലും സർക്കാർ കാണിച്ച അലംഭാവം ഈ വിഷയത്തിലും തുടർന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നും കർഷകർ പറയുന്നു. താമരപ്പാടം പാടശേഖരത്തിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70 ഏക്കർ ഭൂമി ഇത് തന്നെയാണ് ഉണങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം നിൽക്കുന്നത്. ഇപ്പോൾ ഡാമിലാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇപ്പോൾ വെള്ളം വിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു തവണ വിട്ടുകൊണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സർക്കാർ ഭാഗത്ത് അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ. ഇതിപ്പോൾ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് നോക്കി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ. അത്രയല്ലേ പറയാം. UTV ന്യൂസ്, പാലക്കാട്.